ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയ കേരള വിസി മോഹനൻ കുന്നുമ്മലിന്റെ വീട്ടിലേക്ക് എസ്എഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. എസ്എഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിസിയുടെ വീട്ടിന് മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു. വിസിയുടെ വീട്ടിൽ പോസ്റ്റർ ഒട്ടിച്ചും എസ്എഫ്ഐ പ്രതിഷേധിച്ചു. കോടതി വിധി അനുസരിച്ച് യൂണിയൻ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ജില്ലാ സെക്രട്ടറി നന്ദൻ പറഞ്ഞു. കേരള സർവകലാശാല താൽക്കാലിക വിസി മോഹനൻ കുന്നുമ്മലിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടിനാണ് തിരിച്ചടി നേരിട്ടത്. യൂണിയൻ കാലാവധി അവസാനിക്കും വരെ തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. സർവകലാശാല ഫണ്ട് അനുവദിച്ച് കലോത്സവം ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്താമെന്നും ഹൈക്കോടതി. വിസിയുടെ നടപടി ചോദ്യം ചെയ്ത് എസ്എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി യൂണിയൻ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. മോഹനൻ കുന്നുമ്മലിന്റെ വിദ്യാർത്ഥിദ്രോഹ നടപടികൾക്കെതിരെ കഴിഞ്ഞ ദിവസം എസ്എഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് യൂണിയനെ അസാധുവാക്കിക്കൊണ്ട് പ്രതികാര നടപടി സ്വീകരിച്ചത്. ഈ മാസം 28 വരെയാണ് യൂണിയന്റെ കാലാവധി ഉണ്ടായിരുന്നത്. കേരള സർവകലാശാല യൂണിയൻ യുവജനോത്സവം അടിയന്തരമായി നടത്തുക, ഇന്റർ യൂണിവേഴ്സിറ്റി കായികമേളയിൽ പങ്കെടുത്തവർക്ക് ടിഎ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ രാപ്പകൽ സമരം നടത്തിയത്. സമരം സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ഇതര വിദ്യാർത്ഥി യൂണിയനുകൾ മിണ്ടാതിരുന്നപ്പോഴും എസ്എഫ്ഐ കടുത്ത സമര പരിപാടികൾ തുടർന്നു. സംഘപരിവാർ വിരുദ്ധ വിദ്യാർത്ഥി സമര പോരാട്ടത്തിന്റെ വിജയമാണിതെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഫേസ്ബുക്കിൽ കുറിച്ചു. കോടതി ഉത്തരവിന് ശേഷം എസ്എഫ്ഐ പ്രവർത്തകർ ശാസ്തമംഗലത്തെ വിസിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിൽ പോലീസും പ്രവർത്തകരും ഉന്തും തള്ളുമുണ്ടായി. വിദ്യാർത്ഥികളുടെ പോരാട്ടത്തിന്റെ വിജയമാണ് നിലവിലെ കോടതി വിധിയെന്ന് എസ്എഫ്ഐ പറഞ്ഞു. കേരള യൂണിവേഴ്സിറ്റിന്റെ ചാർജ് എടുത്തതിനു ശേഷം തുടർച്ചയായ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകളാണ് എടുത്തുപോരുന്നത്. നിരന്തരം എസ്എഫ്ഐ അത് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒട്ടനവധി തവണ എസ്എഫ്ഐക്ക് വൻ പിന്തുണ, ജനപിന്തുണയും വിദ്യാർത്ഥി പിന്തുണയും എല്ലാ തരത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകി പോന്നിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലായ്പ്പോഴും ശരിയുടെ പക്ഷത്ത് നിന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരവുമുള്ള പോരാട്ടം തന്നെയാണ് എസ്എഫ്ഐ ഏറ്റെടുത്തത്. സ്വാഭാവികമായും അദ്ദേഹം ഈ സർവകലാശാലയുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കെതിരെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരാളെ അങ്ങനെ വിട്ട് അയാൾക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വേറെ ആരനുവദിച്ചാലും ശരി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.